നമുക്കറിയാം ടോപ്പ് സിംഗർ ഇങ്ങനെ ഫിനാലയിലേക്ക് അടുത്തോണ്ടിരിക്കും തോറും ഇവിടുത്തെ നമ്മുടെ ഓരോ കണ്ടസ്റ്റൻസും വളരെ ആത്മാർത്ഥമായിട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് അവർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമുക്ക് അറിയാനുണ്ടല്ലേ. അവരുടെ പെർഫോമൻസിന്റെ സ്റ്റാൻഡേർഡ് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫിനാലെയൊക്കെ ആവാറാകുമ്പോൾ ഇനി വരുന്ന ഓരോ എപ്പിസോഡുകളിലും അവർക്ക് നല്ലൊരു പെർഫോമൻസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് പേരെ നമുക്ക് വെൽക്കം ചെയ്യാനുണ്ട്. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, മധു അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം ആര്യ ചേച്ചി. യെസ് മീനുട്ടാ. ഇനി ആര്യ ചേച്ചിയുടെയും എന്റെയും ഒക്കെ ഫേവറേറ്റ് റൗണ്ട് ആണ് വരാൻ പോകുന്നത്. ആ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വരുന്ന ഒരാളെ കണ്ടാൽ നമ്മൾ ഞെട്ടാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഞാൻ കേട്ടത്. പുതിയ പുതിയ വേഷങ്ങളിലാണ് വരുന്നത്. അങ്ങനെ പുതിയൊരു വേഷവിധാനത്തിൽ ഒരാളെത്തിയിരിക്കുകയാണ്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ കുട്ടുമണിക്കുട്ടൻ പാർത്ഥിവ് ഓൺ സ്റ്റേജ്. ഹലോ ഹലോ, ജയനോ? അതെ, പക്ഷെ നിങ്ങക്ക് ഈ മേക്കപ്പ് ഒക്കെ ചെയ്തപ്പോ എല്ലാവരും കണ്ടപ്പോ പറഞ്ഞു ഒരു സുകുമാരൻ അങ്കിളിന്റെ കട്ടുണ്ടെന്ന്. ആണോ? ശരിയാ. ഒരു സൺഗ്ലാസ് വെച്ച ജയന്റെ കട്ടാവും. സൺഗ്ലാസ് ഇല്ലേ ജയ? ഇല്ല ഇല്ല, അത് പറ്റി ഫ്രീ ആയിട്ട് ഇടപെടാൻ പറ്റും. സൺഗ്ലാസ് ഇല്ലേ ഇല്ല അല്ലേ? ഇല്ല, ഇന്ന് സൺഗ്ലാസ് ആണ്. പക്ഷെ എന്നാലും ആ രൂപത്തിലും ഭാവത്തിലൊക്കെ ജയനുണ്ട്. ജയൻ സാറുണ്ട്. കുട്ടുമണിയാന്ന് തോന്നുകയില്ല. അതെ, ഭയങ്കര വെറൈറ്റി. ആ മീശ എനിക്ക് ആ മീശ എനിക്ക് ഇഷ്ടപ്പെട്ടു ജയ. താങ്ക് യു. ആണോ? കുട്ടുമണി ഏത് പാട്ടാണ് പാടുന്നത്? കുട്ടൻ പാടാൻ പോകുന്നത് ഉല്ലാസപ്പൂത്തിരികൾ. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, തേനലകൾ. ബാക്കി പഠിക്കോ? യെസ്. രാഗം നീയല്ലേ, താളം നീയല്ലേ, കുട്ടുമണിക്കുട്ടൻ നീയല്ലേ. മധുങ്ങള് ജയൻ സാറിന്റെ ശബ്ദത്തിലൊന്ന് പാടിക്കേപ്പിക്കോ? പാടാനോ? ആ, ട്രൈ സംസാരിക്കാം, പക്ഷെ നോക്ക്, ചിലപ്പോ വന്നാലോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഉല്ലാസപ്പൂത്തിരികൾ. അത് പാടാൻ പറഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് പാടാൻ സാധിച്ചൊന്നും വരില്ല. വേണമെങ്കിൽ ഞാൻ പാട്ട് പറയാം. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദ തേനലുകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്റെ ആത്മസംഗീത ശില്പം നീയല്ലേ. ഇത്രയൊക്കെ പോരെ? ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റൂ. യെസ്. അപ്പൊ കുട്ടുമണി ഡീറ്റെയിൽസ് മൂവി മീൻ ഇയർ വർഷം 1980. ഇതുവരെ വളരെ ശരിയാണ്. പാടിയത് KJ യേശുദാസ് സർ. പിന്നെ മ്യൂസിക് ജി ദേവരാജൻ മാസ്റ്റർ സർ. എഴുതിയത് യൂസഫ് അലി കേച്ചേരി സർ. കേൾക്കാല്ലേ? നമുക്ക് കേൾക്കാം. തീർച്ചയായിട്ടും കേൾക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
നൈസ് മോനെ. താങ്ക് ഗുഡ് യു ഗുഡ്. താങ്ക് യു. ജയൻ സാർ, പച്ച ഷർട്ടിട്ട ജയൻ സാർ. എന്നെയാണോ വിളിച്ചത്? അതെ സാറിന് തന്നെയാണ്. ഞാനാണോ ആദ്യം പറയേണ്ടത്? അതെ അവിടെ ഒരാളില്ലേ? ഉണ്ട്. അയാളോട് സംസാരിക്കാൻ പറയൂ. പറയാം. സാർ നീല ഷർട്ടിട്ട സാർ. ജയൻ ആദ്യം പറയട്ടെ. എന്നാ പച്ച ഷർട്ടിട്ട സാർ. ഓക്കെ. മിസ്റ്റർ കുട്ടുമണിക്കുട്ടൻ അല്ലേ? അതെ. നന്നായി പാടാനുള്ള ഒരു ശ്രമം കുട്ടുമണിക്കുട്ടന്റെ ഭാഗത്തുണ്ടായിരുന്നു എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. ശരിയല്ലേ? അതെ ശരിയാണ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല, പക്ഷെ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം അവിടെ ചെറുതായിട്ടൊന്ന് ഒരു മാറിപ്പോയി. വിട്ടുപോയി. അത് എന്ത് പോയി. ടെക്നിക്കൽ ഇഷ്യൂ ആണ് എന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്കും മനസ്സിലായില്ല. അത് ടെക്നിക്കൽ ഇഷ്യൂ അല്ലല്ലോ. മനസ്സിലാവാത്തത് എന്താണോ എനിക്ക് അതാണ് തോന്നുന്നു. അത് technical മറന്നുപോയതല്ലേ? അല്ല, ലിറിക്സ് മാറിയല്ലോ. അത് എന്റെ തെറ്റും ആണെങ്കിലും അതില് എന്റെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ പോയി. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമല്ലേ? ടെക്നിക്കൽ വലിയൊരു ഇഷ്യൂ പ്രശ്നമാണോ? ഒരു ചെറിയൊരു പ്രശ്നമല്ലേ? ഇത് വലിയൊരു പ്രശ്നമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ആണോ? കാരണം ലിറിക്സ് മറക്കാൻ പാടില്ല, ലിറിക്സ് മാറിപ്പോകാൻ പാടില്ല. പക്ഷെ ഞാൻ കുറെ പാടുപെട്ട് പഠിച്ച അനുപല്ലി- ലിറിക്സ് ആണ്, അതുകൊണ്ട് അതെല്ലാം ശരിയാണ്. പക്ഷേ അതെല്ലാം ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. താഴെ സബ് ടൈറ്റിൽ എഴുതി കാണിക്കാൻ പറ്റുമോ? ആ മാറിപ്പോയി. പഠിച്ചത്. കഷ്ടപ്പെട്ട് ടെക്നിക്കൽ അതെ, ഇഷ്യൂ എഴുതി എഴുതാൻ പറ്റുമോ? വന്നതാണ്. ഇല്ലല്ല, താഴെ എഴുതി കാണിക്കാം. കുട്ടമണിയെ പ്ലീസ് എക്സ്ക്യൂസ് മീ. ഇതൊരു കോമ്പറ്റീഷൻ വേദിയല്ലേ? അല്ലേ? അത് കോമ്പറ്റീഷനിൽ പാടുമ്പോൾ എല്ലാം ശരിയായി പാടണ്ടേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ശരിയായി പാടണം. മറക്കാൻ പാടില്ല, ടെക്നിക്കൽ ഇഷ്യൂസ് ഒന്നും തന്നെ പറയാൻ പാടില്ല. ഓക്കെ. എല്ലാം ശരിയായിരിക്കണം എന്നുള്ളതാണ് അതിന്റെ ശരി. അതെ മതിയോ ചേട്ടാ? പോരെ. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റും. പച്ചു. അത് കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ. അപ്പോ കുട്ടുമണിക്കുട്ട, എന്തോ ഇന്ന് കുറച്ച് എനർജി കുറച്ച് കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഉം. ഈ പാട്ടിന് വേണ്ടതായിട്ടുള്ള ഒരു എനർജി ഇല്ലായിരുന്നു. ടഫായിരുന്നു. ഈ പാട്ട് ടഫാ. ഇതിലെന്താ കുട്ടുമണി കുട്ടനോ? tough? ഇത് ഈസി അല്ലേ കുട്ടുമണിക്ക്? മറ്റേ അനുപല്ലവിയൊക്കെ വന്നപ്പോ കുറച്ചൊന്ന് പാടി ആ വാക്കുകൾ അത്രയും ടഫാണെങ്കിൽ എന്തിനാണ് ഈ പാട്ട് എടുത്തത്? അങ്ങനെ ചോദിച്ചാൽ എനിക്കൊരു മറുപടി ഇല്ല. ആ, മറുപടി പറയാൻ മറുപടി പ്രാപ്തനായിരിക്കണം. ആ, മറുപടി വേണം. ഷുവറായിട്ട് മറുപടി വേണം. എന്താ വെച്ചാൽ നമ്മള് ഒരു ഫിനാലിലോട്ടല്ലേ പോകണേ. കഴിഞ്ഞ ദിവസം അതെ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സോങ് സെലക്ഷൻസ് ഓൺ ദ ഡോട്ട് ആയിരിക്കണം. ഉം. അത് മാറിപ്പോകാൻ പറ്റില്ല. ഇനി Okay. റിസ്ക് എടുക്കാൻ പറ്റില്ല. ടഫാണെന്ന് തോന്നിയ പാട്ട് വിട്ട് കളയണം. അടുത്ത പാട്ടിലേക്ക് പോകണം. കുറച്ചുകൂടെ പക്ഷെ simple സാറേ ആണ്. അത് ഇവര് തന്ന പാട്ടാണ് അത്. പക്ഷെ അല്ല, അത് ഞാൻ കൊടുത്തല്ലേ ഇത്. പക്ഷെ ഇങ്ങോട്ട് തന്നാണെങ്കിലും അങ്ങോട്ട് കൊടുക്കുന്നാണെങ്കിലും, അങ്ങോട്ട് കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് നോ പറയാം, ഇങ്ങോട്ട് തന്നാൽ നമുക്കും നോ പറയാം. നോ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇല്ല. സോ വൈ ഡിഡ് യു സേ നോ? അത് പിന്നെ ഞങ്ങക്ക് മറുപടി ഒന്നും പറയാൻ പറ്റിയില്ല. വൈ? അത് എനിക്കറിയില്ല. ബട്ട് വൈ? നമുക്ക് ഒരു പാട്ട് അത് പാടാനായിട്ട് നമുക്ക് ടഫാണെങ്കിൽ തീർച്ചയായിട്ടും അത് പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതെല്ലാം സ്വീകരിക്കുന്ന ഒരു ഇടമാണ് ഇവിടെ. അല്ലേ? ഓക്കെ. രാഘുവിനോട് പറയാ അല്ലേ? അത് വളരെ, എനിക്കറിയാം രാഘു വളരെ പ്ലസന്റ് ആയിട്ട് അത് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് വരാനായിട്ടുള്ള കാര്യങ്ങളെ രാഘുവും പ്ലാൻ ചെയ്യുള്ളൂ. ആ അല്ലേ? അപ്പൊ കുട്ടുമണി ഇനി ഇതുപോലെ ടഫ്, ഇപ്പൊ പറഞ്ഞ വാക്ക് ടഫ് എന്നാണ്. ആ ടഫായിട്ടുള്ള പാട്ടുകൾ എടുത്തുകൊണ്ട് വന്ന് പാടുമ്പോഴത്തേക്കും ചിലപ്പം ഇങ്ങനെ വീഴ്ചകൾ പറ്റാം. ഉം. അല്ലേ? മോശമായിട്ടൊന്നും ഇല്ല കേട്ടോ പാടിയത്. ആ. അല്ലേ? അതെ, പാടിയത് പല ഭാഗങ്ങളും വളരെ നന്നായിരുന്നു. അതിനെപ്പറ്റി സംശയമൊന്നുമില്ല. അതെ. ബട്ട് സിൻസ് യു സെഡ് ഇറ്റ് ഇസ് എ ടഫ് സോങ് Tough ഫോർ song യു, പറഞ്ഞതുകൊണ്ട് അതൊരു റൈറ്റ് അല്ല. ആ ഇതില് ടഫ് എന്ന് പറയാനായിട്ട് ഇപ്പൊ പാർത്ഥിവക്കുട്ടനെ സംബന്ധിച്ചിടത്തോളം ഇത് ടഫ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പാട്ടേ അല്ല. ഈസി ആയി പാടാൻ ഈസി ആയിട്ട് പറ്റുന്നതാണ്. പാടുന്ന പാട്ടാണ്. ഒരു ഇതിലും ബുദ്ധിമുട്ടുമില്ല. ടഫായിട്ടുള്ള പാട്ട് കുട്ടുമണിക്കുട്ടൻ ഇവിടെ പാടിയിട്ടുണ്ട്. ചില വാക്കുകളൊന്നും വായിൽ ഒതുങ്ങുന്നില്ല. ഉം. ഈ മനസ്സിജ മധുഗണം അനുപമ രസലതികെ അനുദിനം അതിലൊരു സഹൃദയ മണിശലഭം അങ്ങനെയൊക്കെ വരുമ്പോ അത് അവിടെയൊക്കെ ഇത്തിരി സ്ലോ ആയി പോകുന്നു. ഉം. അത് പക്ഷെ അത് ആ 2 വരി മാത്രമേ ഉള്ളൂ. ആ ലിറിക്സ് ഏകാന്ത് ഏതാ എൻ മനസ്സിന് പാനപാത്രം അത് മിസ്സായി പോയി. തിരിഞ്ഞുപോയി. അതിന് പകരം അത് തനനന പാടി എന്നിട്ട് അവസാനം ചരണത്തിന്റെ വരികളിൽ വരികളിലേക്ക് switch നിൻനീൾമിഴി ചെയ്തു. നിൻനീൾമിഴി വിൺതാരമായ എന്നുള്ള ലൈനാണ് പിന്നെ പാടിയത് ഉം. അനുപല്ലവിയില്. ഓക്കെ. പക്ഷെ പല്ലവി തുടങ്ങിയ ലൈനുകളൊക്കെ നന്നായിരുന്നു. ഉല്ലാസപൂത്രികൾ കണ്ണിലണിഞ്ഞവളെ എന്നാത്മ സംഗീത ശില്പ നീയല്ലേ എന്നുള്ളത് എനർജി ലൂസായി. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ശ്രുതി കൂട്ടണോ എന്ന് ഞാൻ ആദ്യം ചോദിച്ചത്. അപ്പൊ ഇതാണ് കംഫർട്ടബിൾ എന്ന് പറഞ്ഞു. ആ. അല്ലേ? യെസ്. ഓക്കെ. അപ്പൊ എന്തായാലും ഇങ്ങനെ പോയാ പോരാ. വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പാർത്ഥിവക്കുട്ടൻ. ഓക്കെ. പറഞ്ഞു കൊടുത്തേ മിനുട്ടി നമ്മൾ എവിടേക്കാ പോണേന്ന്. നമ്മൾ ഫിനാലയിലേക്ക്
കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇനി കേട്ടോ. ഓക്കെ. ഒരു 2 മാസത്തിൽ അടുപ്പിച്ച്. 2 months. യെസ്, ഓക്കെ. ഇനി മുന്നേ ക്വാർട്ടർ ഫൈനൽ വരാൻ അതെ, പോകുന്നു, അതെ, അതെ. സെമി ഫൈനൽ, അതെ. പിന്നെ Yes. ഗ്രാൻഡ് ഫിനാലെ വരാൻ പോവാണ്. അപ്പൊ നമ്മളെ ഗ്രാഫ് താന്നു പോകാൻ പാടില്ല, മുകളിലേക്കായിരിക്കണം. ഓക്കെ, ഉം. ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ. ഈ പാട്ടെന്ന് പറയുന്നത് ആ ഉന്മാദം വേണം. ഇത് പറഞ്ഞിട്ടില്ലേ, ഉന്മാദ തേനല്ലകളിൽ നിന്ന്. ഉന്മാദം എന്ന് പറഞ്ഞാൽ എന്താ? ഉന്മാദം, സന്തോഷം. അല്ലല്ല, അതിര് കവിഞ്ഞ സന്തോഷമാണ്. അതെ. സാധാരണ സന്തോഷമല്ല ഉന്മാദം എന്ന് പറയുന്നത്. ഒരു എക്സ്റ്റസി എന്ന് പറയില്ല ഇംഗ്ലീഷില്, ആ. അതാണ്. അതിനപ്പുറമുള്ള ഉം. ആ ഉന്മാദം ഒരു ഭ്രമമാണ്, ഭ്രമം. അത്യാനുഭൂതി, അതാണ് അത്ര, അതിനപ്പുറം. അതിനപ്പുറത്തേക്ക്. ഓക്കെ. അപ്പൊ ആ ഫീല് ഈ പാട്ടിന് കിട്ടിയേ പറ്റൂ. ഓക്കെ. അപ്പോഴാണ് ഈ പാട്ട് പാടിയതായിട്ട് തോന്നുക. ഉം. അതാണ്. അപ്പൊ ബാറ്ററി കുറച്ച് ഡൗൺ ആയ പോലെ ഒരു ഫീൽ ഉണ്ട്. ഓക്കെ. കുറച്ച് ഡ്രെയിൻഡ് ഔട്ട്, ചാർജ് കുറവ്. അപ്പൊ അത് വീണ്ടും റീചാർജ് ചെയ്യണം കേട്ടോ. ഓക്കെ. ആക്ഷൻസ് ഒക്കെ കൊള്ളായിരുന്നു കേട്ടോ കുറെ. ആക്ഷൻസ്, റോബോട്ടിക്സ് ഉണ്ടായിരുന്നു. അതെ, അതെ. അത് ആദ്യത്തെ റോബോട്ടിക്സ് എങ്ങനെയായിരുന്നു? ഒരു റോബോട്ട് മൂവി എന്ന് അതൊക്കെ പറയുന്നത് ഞാൻ മറന്നു. മറന്നു. അത് അപ്പ ഇട്ട സ്റ്റെപ്പാണോ, കൈന്നിട്ടാണോ? ഉം. അത് ശരി, അപ്പൊ ഇട്ടാണല്ലേ. അത് കൊള്ളായിരുന്നു. ഇടയ്ക്ക് അതെ. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ആ തലയൊക്കെ പുറകിലേക്ക് പിന്നെ- പോയി അതൊക്കെ. പിന്നെ ഇടയ്ക്ക് എന്നാ താൻ കേസ് കൊടുന്നുള്ള സിനിമയിൽ മറ്റേ ദേവദൂതർ അതിലത്തെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. കുഞ്ചാക്കോ നമ്മുടെ ചാക്കോച്ചൻ ചെയ്യണ പോലെ ഡാൻസ് ചെയ്തായിരുന്നു, അതുപോലെ സ്റ്റൈല്. ഈ പാട്ട് പാടിയതിനേക്കാളും കൂടുതൽ എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടാട്ടോ. ഓക്കെ. പിന്നെ ചില ശ്രുതി ചേരാത്ത, ഇപ്പൊ ലാസ്റ്റ് ചരണത്തില് നീ നീ എന്നുള്ളത്, ഉം. നീ, അത് കറക്റ്റ് ശ്രുതിയിലല്ലായിരുന്നു ആ ചരണം തുടങ്ങിയത്. ആ ചരണം Okay. തുടങ്ങിയത്. അതുപോലെ അസുലഭ മധുമയ നവമൃദു കുസുമദളം, ഉം. ഈ ഞാൻ അനുദിനം അതിലൊരു സഹൃദയ മണിശലഭം, ശലഭം എന്നാ പാടിയ, ശലഭം. അപ്പൊ ഇതില് ഈ വാക്കുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഈസി ആയിട്ട് വരുന്നതായിട്ട് ഫീൽ ചെയ്യണം. അത് കഷ്ടപ്പെട്ട് വരുന്നതായിട്ട് മാത്രമല്ല എടുത്തു പറയാം. ഉം. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒന്ന് എടുത്ത് വെറുതെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. ഉം. വാ മലയജ സുരഭില പുളക്കിത നിമിഷമിതേ, ഉം. അങ്ങനെ ആ. എടുത്തു പറയണം. ഓക്കെ. മനസ്സിജ മധുഗണം അനുപമ രസലത്തിക്കേ, അതാണ്. ഇങ്ങനെ വരണം. എന്നിട്ട് പാട്ടിലേക്ക് വരണം. ഇത് ആദ്യം ഒന്ന് സ്ലോ ആയിട്ട് പാടി Slow പാടി ആയിട്ട് പാടി പറഞ്ഞ് പറഞ്ഞ് പഠിച്ച് പഠിച്ച് പിന്നെ പ്രാക്ടീസ് ചെയ്ത് ഇതേ സ്പീഡിലേക്ക് അങ്ങനെ വരുമ്പോഴേ കൊണ്ടുവരണം. കൃത്യമായിട്ട് ഇവിടെ കോൺഫിഡന്റ് ആയിട്ട് പാടാൻ ഓക്കെ. പറ്റും. ഒരു ചെറിയ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം ഒന്നുകൂടെ പറയുന്നു. അതായത് നമ്മുടെ സോങ് സെലക്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ. വളരെ ടഫായിട്ട് തോന്നുകയാണെങ്കിൽ അപ്പൊ തന്നെ അത് വിട്ടുകളയുക, അത് പറയുക. ഓക്കെ. ഓക്കെ. കുട്ടുമണി, എന്തോ ഇന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചില്ലേ? അപ്പോ ആ. എന്തൊക്കെയാണ് ഇന്ന് മനസ്സിലാക്കിയത്? സോങ് സെലക്ഷൻ, സെലക്ഷൻ വളരെയധികം ശ്രദ്ധിക്കണം. യെസ്. പിന്നെ അക്ഷരസ്ഫുടത, അക്ഷരസ്ഫുടത, യെസ്, ശ്രദ്ധിക്കണം. ശ്രുതി, ശ്രുതി, മറവി, മറവി, ആ. പിന്നെ ടെമ്പോ, ടെമ്പോ, പിച്ച്. പിച്ച്. അപ്പൊ ബേസിക്കലി ഇപ്പൊ ഇന്നിപ്പം എന്താ പറയാ, ഒരു പാട്ടിന്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും നമ്മൾ ഇങ്ങനെ പറഞ്ഞു വന്നു. ഇന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയ സ്ഥലങ്ങളുണ്ട്. എനിക്ക് ആ പല്ലവിയിലത്തെ ഉല്ലാസപൂത്തിരിയൊക്കെ ഇഷ്ടപ്പെട്ടു. ആ തുടങ്ങിയ സമയത്ത് ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളേ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളേ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. അതിനനുസരിച്ചിട്ട് ഫുൾ പാട്ടില് കൺസിസ്റ്റന്റ് ആയിട്ട് ആ പവർ ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ പെർഫോമൻസ് റൗണ്ട് അല്ലേ, അപ്പൊ നമ്മൾ നല്ല ഉഷാറായി പെർഫോം ചെയ്ത് പാടേണ്ട ഒരു പാട്ടല്ലേ. അപ്പൊ അതിങ്ങനെ ബാറ്ററി കുറഞ്ഞു പോകുമ്പോ നമ്മൾ എന്താവും, ഡള്ളാവും. ഓക്കെ. അപ്പൊ അതുപോലെ ഒരു ഡൾനെസ് ഇന്നും ഫീൽ ചെയ്തു. പിന്നെ എനിക്കും ഇതേ കാര്യം തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ഇനി പറയണ്ടല്ലോ. വേണ്ട. അനുപല്ലവിയും ചരണത്തിന്റെ ആദ്യത്തെ ആ 2 ഭാഗങ്ങള് ടെമ്പോലല്ലായിരുന്നു, അതിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അല്ലായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കും പറഞ്ഞ പോലെ കുട്ടുമണീന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ നല്ല ഹൈ പോകുന്ന ശബ്ദമാണ്. നന്നായി ഹൈ പോകാൻ പറ്റും കുട്ടുമണിക്ക്. അപ്പൊ അതിനനുസരിച്ചിട്ട് പിച്ചും കൂടെ ഒന്ന് അപ്പ് ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയായതിനേന്ന് തോന്നി. കുറച്ചും കൂടെ ഒരു പവർ ഫീൽ ചെയ്തേനെ കേട്ടോ. അടുത്ത പ്രാവശ്യം ഇതൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം എല്ലാം ശ്രദ്ധിക്കണം. യെസ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കുട്ടുമണിക്ക് ഇന്ന് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 96.5 ഔട്ട് ഓഫ് 100. കുട്ടുമണി, നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ പറഞ്ഞില്ലേ, അത് കുട്ടുമണി എപ്പോഴും ഓർക്കണം കേട്ടോ. ചാച്ചാ, ബൈ ബൈ. ബൈ.
മധുങ്കൾ ഓ ഇനി പെരിഞ്ഞനത്തിന്റെ സ്വന്തം ഒരാൾ പെരിഞ്ഞനം. ഓ അതെ. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ അനുഷ്കയല്ലേ അവിടെ നിന്ന് വന്നിട്ടുള്ളത്? അതെ, വളരെ ശരിയാണ്. മധുങ്കളോട് തന്നെ ചോദിച്ചത്. ഓക്കെ. പെരിഞ്ഞനത്തുള്ളവരെല്ലാം നോക്കിയിരിക്കുന്ന നമ്മുടെ ടോപ്പ് സിംഗറിന്റെ സ്വന്തം അനുഷ്ക കുട്ടിയാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം അനുഷ്ക ഓൺ സ്റ്റേജ്. പെരിഞ്ഞനത്തിന്റെ ഗായിക. കഥാനായികയാണ്. അതെ, ശരിക്കും പഴയ വെറൈറ്റി ഉടുപ്പെന്ന്. അതെ, ഒരു അങ്ങനത്തെ നാടൻ പാട്ടാ. പെൺകുട്ടിയായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. പഴയ മൂവീസിലൊക്കെ കാണുന്ന അതെ, അതെ, അതെ. നടിമാരുടെ ആ അതെ, ഒരു വേഷം. Yes. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആ. ഓ അതാ ആ, ഓ. എവർഗ്രീൻ റൗണ്ടിലാ പാടാൻ പോകുന്നത്. അതാണ്. പണ്ടത്തെ പാട്ട്. ഓക്കെ ഓക്കെ okay. ഓക്കെ. യെസ്, ഇതും അമ്മ തന്നെ. ആ. എന്നാലും വിട്ടുകൊടുക്കില്ല നമ്മൾ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതെ. ഞങ്ങള് അതെ. ചെയ്യുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും ഈസ്റ്റ്മാൻ കളർ ആണെങ്കിലും അതൊന്നും വിഷയമല്ല നമുക്ക്. ഒന്നും പ്രശ്നമല്ല. ഞങ്ങൾ തന്നെ. അനുഷ്കിന്റെ അമ്മ ഒരു സ്പെഷ്യൽ ആർട്ടിസ്റ്റ് ആണ് കേട്ടോ, ഒരു സംശയമില്ല. അതെ. ഓരോ പ്രാവശ്യവും പുതുമ കൊണ്ടുവരും. അതെ, അതേസമയം ആ അതെ. കാലവുമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അതെ അതെ ഒരു പരിചിത ഗന്ധം ഇതിൽ കൊണ്ടുവരും. യെസ്. സൂപ്പറാണേ. അപ്പൊ ഏതാണ് പാട്ട്? എൻ പ്രാണനായകനെ എന്ത് വിളിക്കും? എന്ത് വിളിക്കും? എന്ത് വിളിക്കും? പറയൂ, എന്ത് വിളിക്കും? എന്ത് വിളിക്കും? എന്ത് വിളിക്കും? മീനുട്ട ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്, നാവെടുത്ത് എന്ത് വിളിക്കും? അവിടുത്തെ എന്ത് വിളിക്കും? നാവെടുത്ത് ആ. എന്ത് വിളിക്കും? മീനുടാ, എന്തോ ഈ പഴയ സിനിമകളിലൊക്കെ ആ. പ്രാണ നായികയെ എന്ത് വിളിക്കും? എന്ത് വിളിക്കും? പല പേരുകളുണ്ട്. ആ. മരാളിക്ക്, മരാളിക്ക്. ആ, മരാളിക്ക്. പാട്ടിലൊക്കെ കേട്ടിട്ടുണ്ട്. അത് പാട്ടിലുള്ള ഒന്ന് കാര്യമാണ്. ഓർത്ത് Okay. നോക്ക്, എന്റെ മരാളിക്ക്. എന്റെ മരാളിക്ക്. ആ. പിന്നെ എന്റെ സീമന്തിനി, ഓ എന്റെ സീമന്തിനി. എന്റെ സ്വപ്നലേഖ, സ്വപ്നലേഖ. ആ. പിന്നെ എന്റെ സുഭഗയെ, സുഭഗേ. സുഭഗ, പ്രാണനാഥെ. ഹൃദയമയി, ഹൃദയവതി. ആ, ഹൃദയവതി. ഇതിൽ ഏതൊക്കെ പേരുകൾ ഉപയോഗിച്ചിട്ടുണ്ട് മധു? ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇതൊന്നും ഉപയോഗി- ഞാനില്ല. ഈ പറഞ്ഞ പേരിൽ മധുവിന്റെ കാര്യമായതുകൊണ്ട്. ഈ പറഞ്ഞ പേരിൽ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ മധുങ്ങൾ എന്താണ് ഉപയോഗിച്ചത്? ദിവ്യെന്ന്. ഓ പിന്നെ ചുമ്മാ പറയരുത്. എന്റെ ദിവ്യേ. ആ ഞാൻ അങ്ങനെ വിളിക്കാ. പിന്നെ സ്നേഹത്തിൽ- വല്ലപ്പോഴും കുഞ്ഞു എന്ന് വിളിക്കും. കുഞ്ഞു കുട്ടു. അതെ. എന്നെ കുട്ടു എന്ന് വിളിക്കും. അപ്പൊ നമ്മള് പാട്ടിലേക്ക് കയറല്ലേ? അവിടെ ചോദിക്കണേ ഇവിടെയും കൂടെ അറിയണം. ഇവിടെയും കൂടെ അത് അറിയണം. പറയാൻ പറ്റില്ല. ഒന്ന് പറ. പറയാൻ പറ്റില്ല. നാവിടുത്തെ എന്ത് വിളിക്കും? പറയൂ എംജേക്ക്. എന്നാ അവിടുത്തെ പ്രിയെന്ന് വിളിക്കും. അല്ല, പ്രിയെന്നല്ലാണ്ട് എന്ത് അതെ, വിളിക്കും? പ്രിയ കുട്ടി എന്ന് വിളിക്കാറുണ്ട്. പ്രിയക്കുട്ടി, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ, അത്ര കൂടുതലൊന്നുമില്ല. എന്തോ ഉണ്ട് നമ്മുടെ അടുത്ത് എന്തോ ഉണ്ട് പറയാത്തതാ. പറയാത്തതാ. അച്ഛന് മകളുടെ അടുത്ത് പറയാൻ പറ്റണ്ടേ? അതിനെന്താ കുഴപ്പം? എന്റെ അത്രയ്ക്ക് അച്ഛനോട് അത്രയ്ക്ക് മോശമായ പേരാണോ? അതെ. ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ആ ശരി. അപ്പൊ Yes. പാട്ട് കേൾക്കാം. ഡീറ്റെയിൽസ്. മ്യൂസിക് ബാബുരാജ് സർ, ലിറിക്സ് പി ഭാസ്കരൻ സർ, പാടിയത് ജാനകിയമ്മ, മൂവി പരീക്ഷ, ഇയർ 1967. സിനിമാ പാട്ടുകളെ സംബന്ധിച്ചിടത്തോളം ഗിരീഷ് പുത്തഞ്ചേരി ഇങ്ങനെ പറയാറുണ്ട്. അതായത് ഭാസ്കരൻ മാസ്റ്റർ മണ്ണിന്റെ മണത്തിൽ എഴുതി, വയലാർ സ്വർഗത്തിൽ നിന്ന് എഴുതി എന്ന് പറയും. അപ്പോൾ ഈ മണ്ണിന്റെ മണം എപ്പോഴും ഉണ്ട്. അതെ, ലളിതമായിരിക്കും. ലളിതമായിരിക്കും, നമ്മളിൽ ഒന്നായിട്ട് തന്നെ ഉം. വേറിട്ട് നിൽക്കില്ല. അതുപോലത്തെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. ഇതിൽ തന്നെ വേറെ നല്ല രണ്ട് പാട്ടുകളുണ്ട്. അവിടുന്ന് ഗാനം കേൾക്കാൻ അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, ഒരു പുഷ്പം മാത്രം. അങ്ങനെ പ്രാണസഖി ഞാൻ വെറും ഒരു പാമരനാം പാട്ടുകാരൻ. അങ്ങനെ ഇഷ്ടംപോലെ നല്ല നല്ല പാട്ടുകളുള്ള സിനിമയാണ്. അപ്പൊ എന്നാ പിന്നെ തുടങ്ങിയാലോ? ഓക്കെ. നമ്മുടെ നാട്ടുകാരനാട് കെട്ടിയ പി ഭാസ്കരൻ മാഷ്. ഓക്കെ, ഓക്കെ. All the Yes, best. all the best. താങ്ക് യു. എൻ പ്രാണനായകനെ, എൻ നായകനെ എന്തു വിളിക്കും?
വിളിക്കും കൈകൊട്ടി ചിരിക്കുവാൻ കാണികളില്ലെങ്കിൽ കഥകളി മുദ്ര കാട്ടി ഞാൻ വിളിക്കും സഖിയൻ പ്രാണനായകനെ എൻ നായകനെ എന്തു വിളിക്കും എങ്ങനെ ഞാൻ അവിടുത്തെ പേര് വിളിക്കും സഖിയൻ പ്രാണനായകനെ എന്തു വിളിക്കും. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എങ്ങനെ പാടി അനുഷ്ക കുട്ടി? അനുഷ്ക കുട്ടി നന്നായിട്ട് പാടി. താങ്ക് യു. നല്ല മിടുക്കിയായിട്ടുള്ള പാട്ടുകാരിയാണല്ലോ, യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ശബ്ദവും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശബ്ദമാണ്. ചില ഭാഗങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പല്ലവി മിക്കതും നല്ല രസമുണ്ടായിരുന്നു. അനുപല്ലവിയില് ചരണത്തിലൊക്കെ കുറച്ചിങ്ങനെ ഒരു ചില സ്ഥലത്ത് ഇങ്ങനെ സ്റ്റഡി അല്ല. വോയിസ് ആണോ, ബ്രത്ത് കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ടാണോ എന്നൊക്കെ ഒരു സംശയം തോന്നിച്ചു. ഞാൻ എന്ത് വിളിക്കും എന്നുള്ളിടത്തൊക്കെ കുറച്ച് ശ്രുതി. സഖിയൻ പ്രാണനായകൻ എന്ത് വിളിക്കും, അതുപോലെ തന്നെ എൻ്റെ ഈ മാനസമ പേര്, അതിൽ രണ്ടാമത്തെ മാനസമ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ആ പേര് കഴിഞ്ഞിട്ട് ശ്വാസം എടുക്കാൻ വേണ്ടി കട്ട് ചെയ്തു മാനസമ പേര്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിന്റെ ഫ്ലോ നഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ചരണത്തിലും ഈ മറ്റാരുമില്ലെങ്കിൽ കാതിൽ ഞാൻ, അവിടെയും കുറച്ച് മൈന്യൂട്ട് ശ്രുതി പ്രശ്നം തോന്നി. പക്ഷെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പല്ലവിയിലൊരു സംഗതിയൊക്കെ വരുന്നില്ലേ, അതൊക്കെ നന്നായിരുന്നു. ലാസ്റ്റ് പല്ലവിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. താങ്ക് യു സർ. അപ്പൊ ലാസ്റ്റ് ആയപ്പോഴത്തേക്കാണ് ഒന്നൊന്ന് ചൂടായി വന്നത്. ആ റേഡിയേറ്റർ, ആ എഞ്ചിൻ ഒന്ന് ചൂടായി വന്നത് അപ്പോഴാണ്. പക്ഷെ ഇനി രണ്ടാമത് തുടങ്ങാൻ പറ്റില്ലല്ലോ, പാട്ട് കഴിഞ്ഞു പോയില്ല. അതെ. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് എനിക്ക് തോന്നിയത്. ഒന്ന് സ്റ്റഡി ആവാനുണ്ടെന്ന് എനിക്ക് തോന്നി മൊത്തത്തില് നോക്കുമ്പോ. വോയിസ് ആണെങ്കിലും ശരി, ബ്രത്ത് ആണെങ്കിലും ശരി. അപ്പൊ അതിനുള്ള പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ. നമ്മള് ക്വാർട്ടർ ഫൈനൽസ്, സെമി ഫൈനൽസ്, ഗ്രാൻഡ് ഫിനാലൊക്കെ ഇപ്പൊ അടുത്തടുത്ത് ആവാറായി. അപ്പൊ അതിനുള്ളിൽ നമ്മള് തൊട്ടടുത്തെത്തി. അപ്പൊ നമ്മള് പുരോഗതിയാണ് വേണ്ടത് നമുക്ക് കേട്ടോ. ഒട്ടും താഴെ പോവരുത്. കൺസിസ്റ്റന്റ് ആയിരിക്കണം എല്ലാ പെർഫോമൻസും. അതെ. ഓക്കെ. ഒന്ന് ശ്രദ്ധിക്കണേ ഇന്നത്തെ കാര്യങ്ങളൊക്കെ. അനുഷ്ക, നല്ല ശബ്ദം, ബ്യൂട്ടിഫുൾ വോയിസ്. അത് പിന്നെയും ഈ പാട്ടിൽ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഈ പാട്ടിന്റെ തെളിമ ശരിക്ക്. പക്ഷെ ഒരു ചോദ്യം ഉണ്ടേ, അനുഷ്കിന് ഫോളോവേഴ്സ് വേണോ ഫാൻസ് വേണോ? ഫാൻസ്. യെസ്, ഫാൻസ് വേണം. ടാലന്റ് വരുമ്പോഴത്തേക്കും ഫോളോവേഴ്സ് വരും. പക്ഷെ ഫാൻസിനൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്, മന്ത്രമുണ്ട്, കൺസിസ്റ്റൻസി. അപ്പൊ ടാലന്റ് ഉള്ള ഒരാള് കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുമ്പോൾ മാത്രമേ അയാൾക്ക് ഫാൻസ് ആവൂ, മറ്റേത് ഫോളോവേഴ്സേ ആവുള്ളൂ കേട്ടോ. അപ്പൊ ഈ ഫാൻസ് ഉടനെ തന്നെ ടക എന്ന് പറഞ്ഞ് ഇവിടെ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കണേ. അപ്പൊ അതിനെന്ത് കൂട്ടണം? കൺസിസ്റ്റൻസി ലെവൽ കൂട്ടണം. അത് മറക്കണ്ട. കാരണം ഇന്ന് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഇമോഷൻ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമുണ്ട്. മനസ്സിലായില്ലേ? ഇമോഷൻ ഇല്ലാതെ നമ്മൾ പാടുമ്പോഴത്തേക്കും ഈ ഒരു സെൽഫി നമ്മളത് എടുത്തു, പക്ഷെ നമ്മുടെ ഫേസ് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതല്ലേ കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കണ്ട. ചില സ്ഥലങ്ങളൊക്കെ നന്നായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് കുറച്ച് റഷ് ചെയ്യുന്നുണ്ട്, ടെമ്പോ കൂടുതലായിരുന്നു. പക്ഷെ അത് സഖി അതൊക്കെ കൃത്യമായിട്ട് വരണ്ടേ. അവ തക്കിട്ട 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 സഖി അല്ലേ, അതൊക്കെ കുറച്ച് താമസിച്ച് വരുന്ന പോലെ ഉണ്ട്. ആ ഹമ്മിങ് പാടിയില്ല ഇടയ്ക്ക്, അതും റഷ് ചെയ്ത് പെട്ടെന്ന് ഞാൻ ഈ ഹമ്മിങ് ഇങ്ങനെ പാടി തീർക്കുകയാണേ എന്നുള്ള രീതിയിലുള്ള ഒരു ഫീൽ കിട്ടി. അതൊന്ന് താളത്തിൽ പാടിയ അത് കുറച്ച് റിലാക്സ് ചെയ്ത് പാടിയാൽ നല്ല, കുറച്ചുകൂടെ റിലാക്സ് ചെയ്യണം. നോട്ട്സ് കറക്റ്റ് ആണ്. നിസരി നിസ മപദ മപ രിക മരിക അല്ലേ, അത് കറക്റ്റ് നോട്ട്സ് ആയിരിക്കണം കേട്ടോ. പിന്നെ എന്റെ ഈ മാനസമോ പേര് സഖി അങ്ങനെ വരുന്നുണ്ടല്ലോ, ആ സഖി എല്ലാവിടെയും കുറച്ച് ലേറ്റ് ആയിട്ട് ആണ് ഫീൽ ചെയ്തിരിക്കുന്നത്. മുദ്ര കാട്ടി ഞാൻ വിളിക്കും, അവിടെയും കുറച്ച് ലേറ്റ് ആയിപ്പോയി. മുദ്ര ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നുണ്ടെങ്കിലും താളത്തിന്റെ മുദ്ര അവിടെ പതിഞ്ഞില്ല, അത് പതിപ്പിക്കണം കേട്ടോ. അപ്പൊ എന്താണ് ഇന്നത്തെ ഈ ഒരു പെർഫോമൻസ് എന്ന് മനസ്സിലാക്കേണ്ട കാര്യം? കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യണം. അപ്പൊ അതിൽ നമുക്ക് ഇനി വിട്ടുപിടിക്കാൻ സമയമില്ല കേട്ടോ. ഇനിയിപ്പോ ഒരു 5-6 മാസമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിതൊന്നും പറയത്തില്ലായിരുന്നു. ഓഗസ്റ്റിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഫിനാലയിലേക്ക് അല്ലെ. അപ്പൊ ജസ്റ്റ് അബൌട്ട് 2 months. അപ്പൊ എല്ലാം കിടുക്കം ക്രാക്കിംഗ് പെർഫോമൻസ് ആയിരിക്കണം
അതിനെപ്പറ്റി ഒരു സംശയവും പാടില്ല. ആ. പിന്നെ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ അത് എല്ലാ ആൾക്കും വരുന്നതാണ്. അപ്പൊ ഞാനൊക്കെ മ്യൂസിക്കിൽ വരുത്തിയിരിക്കുന്ന മിസ്റ്റേക്സ് ആണെങ്കിൽ ആ മിസ്റ്റേക്സ് ഒക്കെ എടുത്തു വയ്ക്കാനായിട്ട് ഒരു വലിയൊരു മ്യൂസിയം തന്നെ തുടങ്ങേണ്ടി വരും. അതെ, എനിക്കും അതെ. ആ, ഇഷ്ടം നമുക്ക് പോലെ. എല്ലാവർക്കും എല്ലാവർക്കും സംഭവിക്കും. എല്ലാവർക്കും മിസ്റ്റേക്സിൽ നിന്നാണ് പഠിക്കുന്നത്. പഠിക്കുന്നത്. നമ്മൾക്ക് പെർഫെക്ഷൻ വരുന്നത്. അപ്പൊ ആ മിസ്റ്റേക്സ് നമ്മൾ ഒഴിവാക്കി പ്രാക്ടീസ് ചെയ്ത് ഇല്ലാണ്ടാക്കണം. അപ്പൊ നമുക്കിനി 1.5 മാസം ഉള്ളൂ ഏകദേശം. അയ്യോ 1.5-2 മാസം. ആലോചിക്കുമ്പോ ഒരു അയ്യോ വരുന്നു. അതെ. അതാവുന്നുണ്ട്. അപ്പോ അതിനുള്ളിലെല്ലാം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കി വരിക കേട്ടോ. അനുഷ്ക്, എന്താ എന്ത് മധുരമുള്ള ശബ്ദം അനുഷ്കിന്റെ. യു ഹാവ് എ ബ്യൂട്ടിഫുൾ വോയിസ്, വെരി അട്രാക്റ്റീവ് ബ്യൂട്ടിഫുൾ വോയിസ്. അല്ലേ? അത് അതെ, വളരെ ഫെമിനിനായ, വളരെ എനർജി ഉള്ള, വേറെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ശബ്ദമാണ്. വെരി യൂണീക്ക്. അതെ, ആ ഒരു ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സുഖം ഉണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ, യു സാങ് സോ വെൽ. എനിക്കും ഈ പല്ലവിയാണ് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. ആ പല്ലവിയിലത്തെ ഭാഗങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. തോന്നിയത് എന്താന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ സൈഡ് ഭയങ്കര രസമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സംഗതികളുടെ ക്ലാരിറ്റി ഒക്കെ വരുമ്പോഴത്തേക്ക് ആ സംഭവം എന്താണ് പാടേണ്ടതെന്ന് ക്ലിയർ ആണ്. പക്ഷെ പാട്ടിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നു. അതായത് വരിക, പാടുക, പോവുക, വരിക, പാടുക, പോവുക, അങ്ങനെ ഒരു ഇതെങ്ങനെയെങ്കിലും ഒന്ന് റുട്ടീൻ. തീർത്തിട്ട്, ഒരു റുട്ടീൻ അങ്ങ് തീർത്തങ്ങ് പോകുന്ന പോലത്തെ ഒരു ഫീലാണ് വരുന്നത്. അല്ലാതെ ആ പാട്ടിനെ ഇഷ്ടപ്പെട്ട് എൻ്റെ പ്രാണനാഥനെ ഞാൻ എന്ത് വിളിക്കും എന്നാ ചോദിക്കുന്ന ആ ഒരു ഫീലുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഏകദേശം ഇമാജിൻ ചെയ്യാം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളത്. ആ ഫീൽ ഇങ്ങോട്ടേക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ കൂടുതലും ടെക്നിക്കൽ സൈഡ് അനുഷ്ക ഭയങ്കര അടിപൊളിയാണ്. എന്ത് പാടാൻ തന്നാലും അനുഷ്ക അത് പാടും, അത് ഉറപ്പാ. ഒരു 2 ദിവസം പ്രാക്ടീസ് ചെയ്യാൻ സമയം കൊടുത്താൽ കിഡിലനായിട്ട് അനുഷ്ക അത് പാടിയിരിക്കും, ഒരു സംശയമില്ല. ആൻഡ് ഓൾസോ അനുഷ്കിന്റെ സ്റ്റാൻഡേർഡ്, അനുഷ്കിന്റെ മുന്നത്തെ പെർഫോമൻസ് വെച്ചിട്ട് ഇങ്ങനെ കിടക്കുക മേളില്. അപ്പൊ നമുക്ക് അതിന്റെ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ അതിന്റെ അപ്പുറം നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത പെർഫോമൻസിൽ എനിക്ക് എന്താ പറയാ, ആ ഒരു ഫീല് കിട്ടണം. എന്ത് റൗണ്ട് ആയാലും ആ പാട്ടിന്റെ ഉള്ളിൽ ഇറങ്ങിച്ചെന്ന് അതിനെ പഠിച്ച് ആ ഒരു ഫീല് ഓഡിയൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം കേട്ടോ. മിടുക്കിയായിട്ട് പാടി. എനിക്ക് ഓവറോൾ ഇൻവോൾവ് ആയിരുന്നു എന്ന് തോന്നി. ടെക്നിക്കൽ ആസ്പെക്ട് നല്ലതായിരുന്നു, അത്യാവശ്യം നല്ല ഫീൽ ഉണ്ടായിരുന്നു. എനിക്ക് പല്ലവിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. മിടുകയായിട്ട് പാടി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മധുങ്ക്, ഈ സിനിമയിലെ ഒരു നല്ല പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരോ? യെസ്, തീർച്ചയായിട്ടും. നല്ല പാട്ട്. നല്ല പാട്ട് നമുക്ക് നമ്മളെല്ലാരും ചേർന്ന് പാടാം. ഓ സന്തോഷം. പ്രാണസഖി 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 ഞാൻ വെറുമൊരു പാമരനാ പാട്ടുകാരൻ. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാ പാട്ടുകാരൻ. ഗാനലോകവീഥികളിൽ വേണുരു മാട്ടിടയൻ. പ്രാണസഖി അനുഷ്, എന്താ എന്റെ പ്രാണനായികയ്ക്ക് ഞങ്ങൾ ഇന്ന് നൽകുന്ന മാർക്ക് 97.25 ഔട്ട് ഓഫ് 100. ഇനി ആര് വരാൻ പോകുന്ന പറഞ്ഞേ? മധുങ്ങൾ ആരൊക്കെയോ വരുന്ന കാര്യം പറഞ്ഞില്ലേ? അടുത്തു എന്നൊക്കെ. എന്ത്? അതെ, അപ്പൊ അതുകൊണ്ട് ഈ മാർക്കൊന്നും പോരാ. നമ്മൾ മഴയൊക്കെ ഇടയ്ക്ക് വീഴിക്കണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ബൈ. അടുത്ത പ്രാവശ്യം ഓർത്തിട്ട് വരണം. ഓക്കെ.